പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുക 1 ദിനവൃത്താന്തം 4-ാം അധ്യായമാണ്. യൂദായുടെ മറ്റു സന്തതികൾ. യൂദായുടെ മറ്റു പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ഷോബാൽ. ഷോബാലിന്റെ പുത്രൻ റയായ യഹാത്തിന്റെ പിതാവാണ്. യഹാത്തിന്റെ പുത്രന്മാർ അഹുമായി, ലാഹാദ്. ഇവരാണ് സൊറാത്യ കുടുംബങ്ങൾ. ഏദാമിന്റെ പുത്രന്മാർ യസ്രേൽ, ഇഷ്മ, ഇത്ബാഷ്, ഹസ്സലേൽപോനി ഇവരുടെ സഹോദരി. ഗദോറിന്റെ പിതാവ് പെനുവേൽ. ഹൂഷായുടെ പിതാവ് യേസർ. ബത്ലഹേമിന്റെ പിതാവായ എഫ്രാത്തായുടെ ആദ്യജാതൻ ഹൂറിന്റെ പുത്രന്മാരാണ് ഇവർ. തെക്കോവായുടെ പിതാവായ അഷൂറിന് ഹേല, നാര എന്നു 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നാരായിൽ അവന് അഹൂസാം, ഹേഫർ, തെമേനി, ഹാഹഷ്താരി എന്നിവർ ജനിച്ചു. ഹേലായിൽ സേരത്ത്, ഇസ്ഹാർ, യത്നാൻ എന്നിവരും ജനിച്ചു. ആനുബ്, സൊബേബ എന്നിവരും ഹരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുടുംബങ്ങളും കോസിന്റെ സന്തതികളാണ്. യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഷൂഹായുടെ സഹോദരനായ കെലൂബ് മെഹീരിന്റെ പിതാവും മെഹീർ എഷ്തോന്റെ പിതാവുമാണ്. എഷ്തോന്റെ പുത്രന്മാർ ബദ് രാഫ, പാസേയാഹ്. ഈർണഹാഷിന്റെ പിതാവായ തെഹിന്ന. ഇവർ റേഖ നിവാസികളാണ്. കെനസിന്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരായ. ഒത്നിയേലിന്റെ പുത്രന്മാർ ഹദ്ദത്ത്, മെയോനാദായ്. മെയോനാദായ് ഓഫ്രായുടെ പിതാവ്. യോവാബിന്റെ പിതാവാണ് സെരേയ. കരകൗശല വേലക്കാരാകയാൽ ഗഹർഷിം എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ്. യെഫുന്നയുടെ മകനായ കാലബിന് ഈരു, ഏല, നാം എന്നിവരും ഏലായ്ക്ക് കെനസും ജനിച്ചു. യഹല്ലലേലിന്റെ പുത്രന്മാർ സീഫ, തീറിയ, അസറേൽ. എസ്രായുടെ പുത്രന്മാർ യദർ, മെരദ്, ഏഫർ, യാലോൺ. മേരദ് ഫറവോയുടെ മകളായ ബിദിയായെ വിവാഹം ചെയ്തു. അവളിൽ മിരിയാം, ഷമ്മായി, എഷ്തെമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു. യൂദാ ഗോത്രജയായ ഒരു ഭാര്യയും മേരദിനുണ്ടായിരുന്നു. ഇവൾ ഗദോറിന്റെ പിതാവായ ഏരത്ത്, സോക്കോയുടെ പിതാവായ ഹെബർ, സനോഹയുടെ പിതാവായ യക്കൂദിയേൽ എന്നിവരുടെ മാതാവാണ്. നഹമിന്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു. ഗർമ്യനായ കെയിലായുടെ പിതാക്കന്മാരും മാക്കാത്യനായ എഷ്തമോവായും ഇവളുടെ പുത്രന്മാരാണ്. ഷിമോന്റെ പുത്രന്മാർ അപ്നോൻ, റിന്ന, ബൻഹാനാൻ, തീലോൻ. ഈഷിയുടെ പുത്രന്മാർ സോഹത്ത്, ബൻസോഹത്ത്,
യൂദായുടെ മകൻ ഷേലായുടെ സന്തതികൾ: ലേഖായുടെ പിതാവായ ഏർ, മരേഷായുടെ പിതാവായ ലാദ. ബേത് അഷ്ബേയയിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ: യോക്കീം. കോസെബ നിവാസികൾ: യോവാഷ് മൊവാബ് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചു പോകുകയും ചെയ്ത സാറാഫ്. ഈ രേഖകൾ പുരാതനമാണ്. ഇവർ നെതായിം, ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്. അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു. ശിമെയോന്റെ സന്തതികൾ: ശിമെയോന്റെ പുത്രന്മാർ: നെമുവേൽ, യാമിൻ, യാരിബ്, സേരഹ്, സാവൂൾ. സാവൂളിന്റെ പുത്രൻ ഷല്ലൂം, അവന്റെ പുത്രൻ മിബ്സാം, അവന്റെ പുത്രൻ മിഷ, മിഷാമായുടെ പുത്രൻ ഹമുമേൽ, അവന്റെ പുത്രൻ സക്കൂർ, അവന്റെ പുത്രൻ ഷിമെയി. ഷിമെയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായിരുന്നു. യൂദാ ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ച് പെരുകിയതുമില്ല. അവർ ബേർഷെബ, മൊലാദ, ഹസാർ ഷൂവാൽ, ബിൽഹാം, ഏസം, തോലദ്, ബെതുവേൽ, ഹോർമ, സിക്ലാഹ്, ബേത് മർക്കാബോദ്, ഹസർ സൂസീം, ബേത് ബിരി, ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു. ഇവ ദാവീദിന്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. ഏതാം, അയിൻ, റിമ്മോൻ, തോക്കൈൻ, ആഷാൻ എന്നീ 5 പട്ടണങ്ങളും ബാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ. മെഷോബാബ്, യാംലക്, അമസിയായുടെ മകൻ യോഷ, ജോയേൽ, അസിയേലിന്റെ പുത്രനായ സെറായയുടെ പുത്രൻ യോഷിബിയായുടെ പുത്രൻ യേഹു, എലിയോവേനായി, യാക്കോബ, യശോഹിയ, അസായ, അദിയേൽ, യെസിമിയേൽ, ബനായ, അല്ലോന്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ. അല്ലോൻ യദായയുടെയും യദായ ഷിമ്രിയുടെയും ഷിമ്രി ഷെമയായുടെയും പുത്രനാണ്. ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി. ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗേദോറിന്റെ കവാടം വരെ എത്തി. അവിടെ അവർ സമൃദ്ധമായ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി. ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവും ആയിരുന്നു. അവിടുത്തെ പൂർവനിവാസികൾ ഹാം വംശജരായിരുന്നു. മേൽപ്പറഞ്ഞവർ യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയൂന്യരെയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു. കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു. ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ, നയാറിയ, റഫായ, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷിമിയോൻ ഗോത്രത്തിൽപ്പെട്ട 5 പേർ സെയിർ മലമ്പ്രദേശത്തേക്ക് ചെന്നു. അവിടെ അവശേഷിച്ചിരുന്ന അമലേക്യരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു. ഇന്നും അവർ അവിടെ പാർക്കുന്നു.